Hello everyone, welcome to Commerce Classroom. Next വരുന്ന ടോപ്പിക് ആണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം ഓർ ഡീംഡ് ഇൻകം. 2 മാർക്കിനും അതുപോലെ തന്നെ ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. In order to determine the tax liability of an assessee for a previous year, the following amounts also are added with the total income. ഒരു അസസിയുടെ ടാക്സ് ലാബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻകംസും കൂടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന ഭാഗത്ത് നമ്മൾ മറ്റൊരാളുടെ ഇൻകമാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ നിലവിൽ കൂട്ടിച്ചേർക്കാത്ത ഇൻകംസ് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അത് ടോട്ടൽ ഇൻകവുമായിട്ട് ആഡ് ചെയ്യുന്ന അതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീംഡ് ഇൻകംസ്. നമ്മുടെ ഇൻകമായിട്ട് പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഓർ BOI. AOPയിൽ നിന്നോ അല്ലെങ്കിൽ BOIയിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം. Share of income of the assessee from an association of person or body of individual is added to the income of the assessee. Second one, unexplained cash credit. Any unexplained cash credit found in the books of accounts or records of the assessee is added with the total income of the assessee before determining the tax liability. അപ്പോൾ ടാക്സ് ലാബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ക്യാഷ് ക്രെഡിറ്റുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലോ എന്തെങ്കിലും റെക്കോർഡ്സിലോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യാത്ത ക്യാഷ് അവിടെ നിന്നുണ്ടെങ്കിൽ, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിന്റെ എവിഡൻസ് ഒന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ക്യാഷ് ക്രെഡിറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ആയിട്ട്, ഒരു അസസിയുടെ ഇൻകം ആയിട്ട് ആഡ് ചെയ്യും. Then unrecorded and unexplained investments. If the assessee fails to explain or prove the source of money for any investment made during previous year. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു അസസിക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട ആ എക്സ്പെൻസ്, ആ സോഴ്സ് ഓഫ് മണി പ്രൂവ് ചെയ്യാനോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ the whole amount of such investment will be deemed to be the income of the assessee during the previous year and will be added with the total income. അപ്പോൾ ആ ഫുൾ എമൗണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഫുൾ എമൗണ്ട് നമ്മുടെ ഇൻകം ആയിട്ട് പരിഗണിക്കുകയും അത് ടോട്ടൽ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയും ചെയ്യും. ഫോർത്ത് വൺ ആണ് അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി. Any unrecorded and unexplained money, bullion, jewelry or other valuable articles of which the assessee is found to be the owner during the previous year is deemed to be income earned by him during the previous year and will be aggregated with the total income. Any unrecorded and unexplained money, bullion, jewelry, bullion അല്ലെങ്കിൽ മണി ജ്വല്ലറി ഒക്കെ റെക്കോർഡ് ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ, അതേപോലെ അതർ വാല്യബിൾ ആർട്ടിക്കിൾസ്, അതൊക്കെ ആ ഓണർഷിപ്പ്, അയാളുടെ ഓണർഷിപ്പിൽ ഉള്ളതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഇൻകം എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യും. Then unexplained expenditure. If the assessee fails to furnish satisfactory explanation regarding the source of income for any expenditure incurred by him during the previous year, such expenditure will be deemed to be the income of the assessee during the previous year and added with the total income to determine the tax liability. അപ്പോൾ unexplained expenditure എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഒരുപാട് എക്സ്പെൻഡിച്ചർ ഒക്കെ ഇൻകർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പെൻസ് ഒക്കെ ചിലവാക്കിയിട്ടുണ്ടാവും. അതിനൊന്നും ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ഉള്ള കിട്ടിയ ഇൻകം എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിന് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ഒരു അസസിയുടെ ഇൻകം ആയിട്ട് പരിഗണിച്ചിട്ട് ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. Then next, last one, amount borrowed or repaid on Hundis and interest thereon. Any amount borrowed by the assessee or repaid by him, including interest, otherwise than by account pay check drawn on a bank, shall be deemed to be the income of the person borrowing or repaying the amount for the previous year. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു അസസി ഈ എമൗണ്ട് ബോറോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും, അപ്പൊ അതിന് ബാങ്ക് മുഖാന്തരമോ ചെക്ക് മുഖാന്തരമോ മറ്റു വാല്യബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് വെച്ചിട്ടൊന്നല്ല, നമ്മൾ ഹുണ്ടീസിന്റെ അടുത്ത് നിന്നൊക്കെ എമൗണ്ട് ബോറോ ചെയ്തതാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സോഴ്സോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഇൻട്രസ്റ്റും, അതിന് കൊടുത്തിട്ടുള്ള റീപേ ചെയ്യുന്നിട്ടുള്ള ഇൻട്രസ്റ്റും അതെടുത്തിട്ടുള്ള ലോണും നമ്മുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, പരിഗണിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇൻകത്തിന്റെ കൂടെ, ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇതാണ് 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്നും വരുന്നത്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലബിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം തിയറി ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതൊന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പറയാം. ഓക്കെ, താങ്ക് യു.